ഞാനിന്ന് ട്രിവാൻഡ്രത്ത് കുടപ്പനക്കുന്നിലാണ്. ഷിഫ മാഡത്തിൻ്റെയും റിജു സാറിൻ്റെയും പ്രോജക്റ്റ് ഒന്ന് കാണാനായിട്ട് വന്നതാണ്. നമുക്കൊന്ന് നോക്കിയാലോ? ഞങ്ങൾ ഇൻസൈഡ് ഡിസൈൻ റീസെന്റ് ചെയ്തൊരു പ്രോജക്റ്റാണ്. നമുക്ക് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കാനാണ് ഇന്ന് ഇൻസൈഡ് ടീം ഇവിടെ വന്നത്. നമുക്ക് സാറിനോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഇൻസൈഡിന്റെ ഓവറോൾ എന്താണ് സർവീസ്? നല്ല സർവീസ് ആയിരുന്നു. സാറിന്റെ മനസ്സിലിരുന്ന പോലെ ഇൻസൈഡിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയോ? നമ്മുടെ പറഞ്ഞ പ്ലാനിനനുസരിച്ചിട്ട് കുറച്ച് സജഷൻസ് ഉണ്ടായിരുന്നു ഇൻസൈഡിന്. അതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണോ മനസ്സിൽ കണ്ടത് അത് തന്നെയാണ് ഞങ്ങൾക്ക് തന്നത്. അതേപോലെ ഞങ്ങൾക്ക് എന്ത് മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു ഫ്ലെക്സിബിലിറ്റി അത് ഞങ്ങൾക്ക് ഇൻസൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. മനസ്സിൽ എന്താണോ കണ്ടത് അത് അവസാനം ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ്. മെറ്റീരിയൽ ആയാലും എല്ലാം അവൈലബിൾ ആയിരുന്നു എന്നാണ്. മെറ്റീരിയൽ സെലക്ഷൻ ഒരു വാസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഒരു കൺഫ്യൂഷൻ വരിക എന്നുള്ള ഒരു ഇതില്ല. നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതിന് രീതിയിലുള്ള മെറ്റീരിയൽ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു ഇൻസൈഡിൽ. അത് ഞങ്ങൾക്ക് വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞങ്ങൾ കാണുന്നു. കാരണം ഞങ്ങൾ എന്താണോ ഓരോന്നിനും എന്തൊക്കെ മെറ്റീരിയൽ അല്ലെങ്കിൽ എന്ത് രീതിയിൽ അത് കാണണം എന്നുള്ളത് വിചാരിച്ചു. അതിനനുസരിച്ചിട്ടുള്ള വാൾ പാനലിംഗ് ആയാലും വുഡിന്റെ ഒരു ടെക്സ്ചേഴ്സ് ആയാലും കളേഴ്സ് ആയാലും അതെല്ലാം ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പോസിറ്റീവ് ഞങ്ങൾ ഇൻസൈഡിൽ കാണുന്നത്. അതേപോലെ ഞങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരിക എന്നുള്ളത്. ഞങ്ങൾ ഡിസംബറിൽ ഞങ്ങൾ ഒന്ന് മീറ്റ് ചെയ്ത് ഡിസൈനൊക്കെ പറഞ്ഞു. ഉടനെ തന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഞങ്ങൾക്ക് അയച്ചു തരികയും അതിൻ്റെ പ്ലാനുകളായാലും അതിലുള്ള മാറ്റങ്ങൾ ഞങ്ങൾക്ക് അപ്പം ചെയ്യാനും അത് വലിയൊരു കസ്റ്റമർ സർവീസ് വളരെ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ, സുമി ഒക്കെ ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള അപ്പം തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നു. മാർച്ചിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മാർച്ചിൽ തന്നെ വർക്കും തുടങ്ങി. മാർച്ച് അവസാനം ഞങ്ങളുടെ വർക്കും കംപ്ലീറ്റ് ചെയ്ത് തന്നു എന്നുള്ളതാണ്. ഒരു ടൈംലി കംപ്ലീഷൻ. പലതവണ ഞങ്ങള് കറക്ഷൻസ് പറഞ്ഞിരുന്നു. ഒരു മടിയും കൂടാതെ അതെല്ലാം എത്ര കറക്ഷൻ വേണമെങ്കിലും ചെയ്തു തരാനായിട്ട് ഇൻസൈഡ് ടീം വില്ലിംഗ് ആണ്. ആക്ച്വലി അതൊരു ടീം വർക്ക് ആയിരുന്നു. നിങ്ങളുടെ കോപ്പറേഷൻ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.